പ്രിയമുള്ളവരെ, വ്യാഴാഴ്ച നമ്മുടെ ഫജർ ക്ലബിൽ നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനനായ ബഷീർ സാറാണ്. സംസാരിക്കാൻ അദ്ദേഹത്തോട് സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കാരുണ്യത്തിലും സംരക്ഷണത്തിലും കരുതലിലും ഉൾപ്പെടുന്ന ഒക്കെയുള്ള വിശ്വാസികളായി തീരുവാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഒരു അഖിലേന്ത്യാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിലായിരുന്നു ഉണ്ടായിരുന്നത്. വ്യത്യസ്തമായ സെഷനുകളിൽ, വ്യത്യസ്തമായ വിഷയങ്ങളിൽ വളരെ ഗൗരവപ്പെട്ട ചർച്ചകൾ അവിടെ നടക്കുകയുണ്ടായി. എല്ലാ സെഷനുകളും ആരംഭിച്ചിരുന്നത് ഖുർആൻ പഠനം കൊണ്ടായിരുന്നു. അതിലൊരു സെഷനിൽ വിശദീകരിച്ച ക്ലാസ് മൊത്തം ആ ഒരു ക്യാമ്പിന്റെ തന്നെ അടിസ്ഥാനമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാ സമയത്തും അപ്ഡേറ്റ് ചെയ്യേണ്ടതുമായ വിഷയത്തിലേക്കാണ് ഏകദേശം 16,000-ഓളം ആളുകൾ പങ്കെടുത്ത പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ ഉൾക്കൊള്ളുന്ന സദസ്സിനോട് അദ്ദേഹം സംവദിച്ചത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആന്തരികമായ പ്രചോദനം എന്ന് പറയുന്നത് പരലോകമായിരിക്കണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്ത് ചെയ്യുമ്പോഴും പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുക. വിശദമാക്കേണ്ടതില്ലാത്ത വണ്ണം നമുക്കറിയാവുന്ന ഒരു മേഖലയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയപ്പോ അത് തന്നെയാണ് നിങ്ങളോടും സംവദിക്കേണ്ടത് എന്ന് തോന്നിപ്പോയി. നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും, ഇടപാടുകളിലും, വർത്തമാനങ്ങളിലും, ഇടപെടലുകളിലുമൊക്കെയും പരലോകം എപ്പോൾ നമ്മൾ മാറ്റിവെക്കുന്നോ അവിടെ സ്വാഭാവികമായിട്ടും കയറി വരുന്നത് ഇഹലോകമാണ്. ഇഹലോകത്തിന്റെ താല്പര്യമാണ്, നമ്മുടെ താല്പര്യമാണ്, നമ്മുടെ മനസ്സിന്റെ താല്പര്യമാണ്, നമ്മുടെ ഇച്ഛയോടുള്ള വിധേയപ്പെടലാണ്. ദിക്ർ മാറ്റിവെച്ചുകൊണ്ട്, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ മാറ്റിവെച്ചുകൊണ്ടുള്ള എല്ലാ കർമ്മങ്ങളും അത് ഗഫലത്താണ്. ഇത് വളരെ അടിസ്ഥാനപരമായി ഞാൻ നിങ്ങളും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. നമുക്കറിയാം അള്ളാഹു ഉണ്ട് എന്ന് നമുക്കറിയാം. അള്ളാഹുവാണ് നമ്മെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്കറിയാം. ജനനവും മരണവും അതിനിടയിലുള്ളതും അതിനുശേഷമുള്ളതും ഒക്കെയും തീരുമാനിക്കുന്നത് അവനാണെന്നറിയാത്തവരാരുമില്ല. പരലോകമുണ്ട് എന്നറിയാം,
ഖബറിലെ വാസമുണ്ടെന്നറിയാം, പരലോകത്ത് വിചാരണയുണ്ടെന്നറിയാം, വിചാരണയ്ക്ക് ശേഷമുള്ള തീരുമാനം സ്വർഗവും നരകവും ഉണ്ട് എന്നറിയാം. ഇതൊക്കെയും അറിവുകളായിട്ട് മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരാളുടെ വിശ്വാസം പൂർണ്ണമാവുക? ഒരാളുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് തന്റെ അറിവിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. പരലോകമുണ്ട്, അന്ത്യദിനമുണ്ട്, വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന അറിവ് പൂർണ്ണമാകുന്നത് അതനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളിൽ അത് പ്രതിഫലിക്കുമ്പോഴാണ്. അത് പ്രവാചകനോടുള്ള സ്നേഹമാണെങ്കിലും അള്ളാഹുവിനോടുള്ള സ്നേഹമാണെങ്കിലും എനിക്കിഷ്ടാണ്, എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയുമ്പോഴല്ല, അത് കർമ്മങ്ങളിലൂടെ വെളിച്ചം വീശുമ്പോഴാണ് പൂർണ്ണമാവുക. എന്താണ് എന്റെയും നിങ്ങളുടെയും അവസ്ഥ? ഭർത്താവിനോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള പ്രണയം, മക്കളോടുള്ള വാത്സല്യം, സ്നേഹം, കുടുംബത്തോടുള്ള സ്നേഹം, അവരോടുള്ള ബന്ധം യഥാർത്ഥത്തിൽ ആഖിറത്തിന് മുമ്പിൽ വെച്ചുകൊണ്ടാണ്. എന്റെ ഭാര്യയോട്, എന്റെ ഭർത്താവിനോട്, എന്റെ മക്കളോട്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട്, ബന്ധങ്ങളോട് റബ്ബിന്റെ തൃപ്തി വെച്ചുകൊണ്ടും പരലോകത്ത് മുമ്പിൽ വെച്ചുകൊണ്ടുമാണോ? അവിടുന്ന് അങ്ങോട്ട് സാമ്പത്തിക ഇടപാടുകളാണ്, വാട്സപ്പിൽ നമ്മൾ പറയുന്ന ഒരു അഭിപ്രായമാവട്ടെ, സദസ്സുകളിൽ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളാവട്ടെ, സമൂഹത്തിൽ നാം നടത്തുന്ന ഇടപെടലുകളാവട്ടെ, അത് രാഷ്ട്രീയമാവട്ടെ അല്ലാത്തതാവട്ടെ, എന്ത് വിഷയമാണെങ്കിലും പരലോകം എന്ന് പറയുന്ന അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്നതാണ് നമ്മുടെ ലൈഫ്. സൂറത്തുൽ ഫാത്തിഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും പറയുക ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് മാലിക് യൗമിദ്ദീൻ ആണ്, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഒരു മനുഷ്യൻ വിശ്വാസിയായി പൂർണ്ണമാകുന്നതും വേർതിരിയുന്നതും വ്യതിരിക്തമാകുന്നതും അയാളുടെ കർമ്മങ്ങളിൽ പരലോകമുണ്ട് എന്ന് വരുമ്പോൾ മാത്രമാണ്. ഗാന്ധിജിക്കും അതുപോലെ തന്നെ ഉള്ള ലോകത്ത് അറിയപ്പെട്ട പല ആളുകൾക്കും, മദർ തെരേസ, അങ്ങനെ തുടങ്ങിയിട്ട് കുറെ ആളുകൾ, അവർക്കൊക്കെയും സ്വർഗമുണ്ടോ എന്ന, അല്ലെങ്കിൽ അവർ പോകാത്ത സ്വർഗത്തിൽ എനിക്ക് പോകേണ്ടതില്ല എന്ന ചർച്ചയുണ്ട്. എപ്പോഴാണ് അത് വ്യതിരിക്തമാകുന്നത്? അവർക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ടെങ്കിലാണ്, അതല്ലാതെ അവരുടെ കർമ്മങ്ങൾ നോക്കിയല്ല. സഹോദരന്മാരെ, പരലോകം എന്ന് പറയുന്ന, സ്വർഗനരകം എന്ന് പറയുന്ന, റബ്ബിന്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്ന ഈ ഒരു ചിന്തക്ക് തടസ്സമാകുന്നത് ദുനിയാവാണ്. ദുനിയാവിനോടുള്ള നമ്മുടെ പ്രണയമാണ്, സ്നേഹമാണ്. അത് ഒരു പാട്ട് കേൾക്കുന്നതിലാവട്ടെ, നമ്മുടെ ഒരു യാത്രയാവട്ടെ, നമ്മുടെ ഇണകളോടുള്ള സംസാരമാവട്ടെ, നമ്മുടെ ചെലവഴിക്കലുകളാവട്ടെ, എപ്പോഴാണ് റബ്ബിനെ നമ്മൾ മാറ്റിവെക്കുക? റബ്ബിനെ മാറ്റിവെക്കുന്നത് ദുനിയാവിനോടുള്ള സ്നേഹം നോക്കുമ്പോഴാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പാടിയ കവിത പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നമ ദുനിയ ഖലില്ലിൻ സായിലിൻ ഔ ഖലൈഫിൻ ബാത ലൈലൻ ഫർതഹല. ഈ ദുനിയാവ് എന്ന് പറയുന്നത് നീങ്ങിപ്പോയ ഒരു നിഴൽ പോലെയാണ്. സൂര്യപ്രകാശത്തിൽ ഒരിക്കലും ഒരു മരത്തിന്റെയും നിഴൽ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവില്ല, ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഒരു രാത്രി കഴിച്ചു കൂട്ടി കടന്നുപോയ
ഒരു അതിഥിയെ പോലെയാണ്. ഔ ഖതീഫിൻ ഖദ് യറാഹു നാഇം ഔ കബർക്കിൻ ലാഹ ഫീ ഉഫുഖിൽ അമൽ. അതല്ലെങ്കിൽ ഉറങ്ങുന്നവൻ കാണുന്ന ഒരു കിനാവ് പോലെ. ഒരു കിനാവും സ്ഥായിയല്ല, ഒരു കിനാവും പ്രാക്ടിക്കലല്ല. അതല്ലെങ്കിൽ പ്രതീക്ഷയുടെ ചക്രവാളത്തിൽ മിന്നിമറഞ്ഞ ഒരു മിന്നൽ പോലെ. മിന്നലിന്റെ വെളിച്ചം, ലൈറ്റനിങ്, അതിങ്ങനെ കത്തി, ബൾബ് കത്തുന്നത് പോലെ കത്തി നിൽക്കാറില്ല. ഒറ്റ പ്രകാശം. അത്രയും ചെറുതാണ്, അത്രയും ലളിതമാണ്, അത്രയും ഷോർട്ട് ടേമാണ് ദുനിയാവ്. അപ്പോ റബ്ബിനെ മാറ്റിവെക്കുവാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, കഴിഞ്ഞ ദിവസം കൂട്ടിൽ ഭാഗത്ത് ഒരു ഉമ്മ മരണപ്പെട്ടു. ആ ഉമ്മ മരണപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിക്കുമ്പോൾ അവരുടെ ഭർത്താവും കുഴഞ്ഞു വീണ് മരിച്ചു. ദമ്പതികളുടെ മരണം ഒരൊറ്റ ദിവസം, മണിക്കൂറുകൾക്കിടയിലാണ്. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇത്തരം അനുഭവങ്ങൾ എപ്പോഴാണ്, എങ്ങനെയാണ് ദുനിയാവിനെ വിട്ടുപിരിഞ്ഞു പോകേണ്ടി വരിക എന്ന തികഞ്ഞ ബോധ്യമുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളിലും നമുക്ക് റബ്ബിന്റെ വിചാരണയെ മുമ്പിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഉത്കൃഷ്ട സ്വഭാവമുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Assalamu alaikum warahmatullahi wabarakatuh. Jazakallah.